ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം സൊല്യൂഷൻസ് പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനാണ്. പാർട്ട് 1ലും നമ്മളൊരു 5 ടിപ്പിക്കൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ROC വെച്ചിട്ട്. ഇന്നത്തെ സെഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് ഫസ്റ്റ് വരുന്നത് KTU സെപ്റ്റംബർ 2020 ലാസ്റ്റ് ടൈം ചോദിച്ച ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നൊരു പ്രോബ്ലം ആണ്. 6 മാർക്സിന് ചോദിച്ച പ്രോബ്ലം ആണ്. ഒബ്റ്റെയിൻ ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് സിഗ്നൽസ് ഇൻഡിക്കേറ്റിംഗ് ദ റീജിയൻ ഓഫ് കൺവേർജൻസ് ROC. നമുക്കത് സോൾവ് ചെയ്യാം. അതുപോലെ KTUവിൻ്റെ 2019 സ്കീമിൻ്റെ സിലബസിനോട് ചേർന്ന് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിലും ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ 2 പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട് 8 മാർക്സിന്. അതും ഈ വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഗിവൺ എക്സ് ഓഫ് ടി ഈക്വൽസ് ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി. ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ റീജിയൻ ഓഫ് കൺവേർജൻസും ഇൻഡിക്കേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഈ ടേം എടുക്കും, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. അതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 8t യു ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 1 ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ആണ്. അപ്പോൾ ഇവിടെ എക്ക് പകരം 2 വന്നതേ ഉള്ളൂ. സോ ഇറ്റ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ആണ്. ഇനി സെക്കൻഡ് ടേം എടുക്കുക, ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി. അതും ഈ റിസൾട്ട് വെച്ചിട്ട് എൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഡയറക്റ്റ് എഴുതാം, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3 ആയിരിക്കും. നമുക്കിതിൻ്റെ രണ്ടിനെയുടെ കോമ്പിനേഷൻസ് ആയിട്ടുള്ള ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി. ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി, ഇത് രണ്ടിനെയുടെ സം ആയിരിക്കും, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എൽസ് എടുക്കുമ്പോഴത്തേക്ക് ഹിയർ എസ് പ്ലസ് 3 പ്ലസ് എസ് പ്ലസ് 2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ന്യൂമറേറ്ററിൽ 2s പ്ലസ് 5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ടേമിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് എന്ന് പറയുന്നത്. എക്സ് ഓഫ് എസ് വിൽ ബി 2s പ്ലസ് 5 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ആണ്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ROC നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ എവിടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്താലും അതിനകത്ത് ROC നമ്മൾ മാർക്ക് ചെയ്യണം. ROC മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ എക്സ് ഓഫ് എസിൻ്റെ ഡിനോമിനേറ്റർ വാല്യൂ നമ്മൾ ഇക്വേറ്റ് 0 കൊടുക്കും. കാരണം ROC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ പോൾ വാല്യൂ കിട്ടുന്നത് ഈ എക്സ് ഓഫ് എസിൻ്റെ ഡിനോമിനേറ്റർ ഇക്വേറ്റ് 0 ആണ്. സോ എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 3 ഈക്വൽ ടു 0 കൊടുക്കും. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് 2 ആൻഡ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് 3. ഇത് രണ്ടുമായിരിക്കും കറസ്പോണ്ടിങ് എക്സ് ഓഫ് എസിൻ്റെ പോൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എസ് പ്ലെയിൻ ഡ്രോ ചെയ്യുക. ദിസ് ഈസ് സിഗ്മ, ദിസ് ഈസ് ജെ ഒമേഗ. ഇനി പോൾ വാല്യൂ മാർക്ക് ചെയ്യണം. ഇവിടുത്തെ പോള് 1 മൈനസ് 2ലും സെക്കൻഡ് മൈനസ് 3ലും ആണ്. മൈനസ് 2ലും മൈനസ് 3ലും. ഇനി ROC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോളിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. പാരലൽ ടു ജെ ഒമേഗ ആക്സിസ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, പോളിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ 2 പോളുണ്ട്. ഇപ്പോൾ 2 സ്ട്രെയിറ്റ് ലൈൻസ് പാരലൽ ടു ജെ ഒമേഗ ആക്സിസ് ഡ്രോ ചെയ്യുക. ഇനി നോക്കുക, നമ്മൾ തന്നിരിക്കുന്ന സിഗ്നൽ ഏത് ടൈപ്പ് സിഗ്നലാണെന്ന് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് സിഗ്നലിനകത്ത് യു ഓഫ് ടി ഉണ്ട്, സെക്കൻഡ് സിഗ്നലിനകത്തും യു ഓഫ് ടി ഉണ്ട്. ഇപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. ഓക്കെ, നമ്മളത് ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് ടിക്ക് ഗ്രേറ്റർ ദാൻ വാല്യൂസേ കാണത്തുള്ളൂ. ഇപ്പോൾ ടി ഈക്വൽ ടു 0ൻ്റെ റൈറ്റ് സൈഡിലേക്കേ കാണത്തുള്ളൂ. അപ്പോൾ ഈ 2 സിഗ്നൽ ഇപ്പോൾ എക്സ്പോണൻഷ്യലിൽ നമ്മൾ യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്
we will get a right sided signal. ഇതിന്റെ കേസിലും we will get a right sided signal. അപ്പോൾ ROC യുടെ പ്രോപ്പർട്ടി അനുസരിച്ച് if the given signal is a right sided signal, അപ്പോൾ അതിന്റെ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് പോളിന്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും ROC വരുന്നത്. ഇവിടെ രണ്ടും റൈറ്റ് സൈഡ് സിഗ്നലാണ്. ഇപ്പോൾ നമ്മൾ നോക്കുക, ഇതിന്റെ റൈറ്റ് മോസ്റ്റ് പോൾ നോക്കുക. ഇവിടെ റൈറ്റ് മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് -2 ആണ്. ആ -2ന്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും ROC വരുന്നത്. ഹിയർ ഈ ഒരു പോർഷൻ ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ സിഗ്നലിന്റെ ROC എന്ന് വരുന്നത്. അത് നമ്മൾ റിയൽ ഓഫ് എസ് വെച്ച് എഴുതുകയാണെങ്കിൽ റിയൽ ഓഫ് എസ് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ -2 ആയിരിക്കും. ഓക്കെ, ഇപ്പം ഇതാണ് അതിന്റെ ROC. എക്സ് ഓഫ് എസിന്റെ എക്സ്പ്രഷൻ 2s + 5 ഡിവൈഡ് ബൈ s + 2 ഇൻറ്റു s + 3 ആണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫുൾ സൊല്യൂഷൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, x of t equals e raised to 2t u of -t plus e raised to -3t u of t ആണ്. ഫസ്റ്റ് ഈ ടേം എഴുതുകയാണ്, e raised to 2t u of -t. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ u of -t എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. ഓക്കെ, u of -t, u of t-നെ ടൈം റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്നത് ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിന്റെ കേസിൽ -e⁻⁸ u of -t. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ലെഫ്റ്റ് സൈഡ് സിഗ്നലായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1 ഡിവൈഡഡ് ബൈ s - a എന്ന് പറയുന്നത്. നമ്മളിവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വേണം, ഇവിടെ ഒരു മൈനസ് വേണം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു മൈനസ് ഇടുകയാണ്. -e⁻²t u of -tന്റെ ഈ റിസൾട്ട് വെച്ചിട്ട് എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത് 1 ഡിവൈഡഡ് ബൈ s - 2 ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് എടുക്കുകയാണ്. അപ്പം അതിൻ്റെ കേസിൽ e⁻−3t u of t ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്താ, e⁻−8t u of t ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡിവൈഡ് ബൈ s + a ആണ്. ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 1 ഡിവൈഡ് ബൈ s + 3 എന്ന് എഴുതാം. ഇനി നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത് ഈ രണ്ട് ടേംസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വരും. ഓക്കെ, നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത് പോസിറ്റീവ് e⁻²t u of -t ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ എന്ത് കിട്ടി, e⁻²t u of -t പ്ലസ് എൻ്റെ ആഡ് ചെയ്യാണ് e⁻−3t u of t. അതിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് -1 ഡിവൈഡഡ് ബൈ s - 2 പ്ലസ് 1 ഡിവൈഡ് ബൈ s + 3. ഈ ടേമിൻ്റെ ആണല്ലോ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി എന്ത് ചെയ്താൽ അത് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് s - 2 ഇൻറ്റു s + 3 ഡിനോമിനേറ്ററിൽ നമ്മൾ എൽസി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് -s + 3 പ്ലസ് s - 2 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ദിസ് ഈസ് -s -3 പ്ലസ് s -2 ഡിവൈഡഡ് ബൈ s - 2 ഇൻറ്റു s + 3 എന്ന് വരും. ഇവിടെ എസും എസും ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് കിട്ടുന്ന വാല്യൂ -5 ഡിവൈഡഡ് ബൈ s - 2 ഇൻറ്റു s + 3 എന്ന് കിട്ടും. ഇതാണ് ഈ കറസ്പോണ്ടിങ് സിഗ്നലിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം, -5 ഡിവൈഡഡ് ബൈ s - 2 ഇൻറ്റു s + 3. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇതിൻ്റെ ROC ഫൈൻഡ് ഔട്ട് ചെയ്യണം. ROC ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് എക്സ്പ്ലെയിൻ വരയ്ക്കുകയാണ്. ദിസ് ഈസ് സിഗ്മ, ദിസ് ഈസ് j⍵. ഇതിൻ്റെ പോൾ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. പോൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ വാല്യൂ ഇക്വേറ്റ് ടു 0. സോ s - 2 ഇൻറ്റു s + 3 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് s is equal to 2 ആൻഡ് s is equal to -3 വരും. അതിവിടെ മാർക്ക് ചെയ്യണം. ഒരു പോള് 2-ലും സെക്കൻഡ് പോള് -3-ലും അത് മാർക്ക് ചെയ്തു. അതിനുശേഷം പോളിൽ കൂടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യും പാരലൽ ടു j⍵ ആക്സിസ്. ഇപ്പോൾ രണ്ട് പോളുണ്ട്, രണ്ട് പോളിൽ കൂടെയും സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തു പാരലൽ ടു j⍵ ആക്സിസ്. ഇനി നമ്മളുടെ സിഗ്നലിലേക്ക് നോക്കുക. ഇപ്പോൾ സിഗ്നലിൻ്റെ കേസിൽ u of -t എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. അതുപോലെ u of t എന്ന് വെച്ച് കഴിഞ്ഞാൽ
റൈറ്റ് സൈഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇൻ എഫക്റ്റ് ഒരു ഡബിൾ സൈഡഡ് സിഗ്നൽ ആണ്. ഡബിൾ സൈഡഡ് സിഗ്നൽ ROCയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഫോർ എ ഡബിൾ സൈഡഡ് സിഗ്നൽ ഇറ്റ് വിൽ ബി ബൗണ്ടഡ് ബൈ പോൾസ് ആയിരിക്കും. ഇപ്പോൾ 2 പോളാണ്, ആ പോളിനെ ബൗണ്ട് ചെയ്തായിരിക്കും അതിൻ്റെ ROC വരുന്നത്. ഇതിൻ്റെ കേസിൽ 2 പോളിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും ROC വരുന്നത്. അപ്പോൾ ഈ ഒരു റീജിയൻ ആയിരിക്കും ഇതിൻ്റെ ROC എന്ന് പറയുന്നത്. നമ്മൾ ROC ആ എക്സ്പ്രഷൻ വെച്ച് എഴുതുകയാണെങ്കിൽ ROC എന്ന് പറയുന്നത് എന്തായിരിക്കും? -3 ലെസ് ദാൻ റിയൽ ഓഫ് എസ് ലെസ് ദാൻ 2 ആയിരിക്കും. ബിറ്റ്വീൻ -3 ആൻഡ് 2 ആയിരിക്കും ഇറ്റ്സ് ROC എന്ന് പറയും. U(t) എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ t = 0ന്റെ റൈറ്റ് സൈഡിലേക്ക് വരത്തുള്ളൂ. ദിസ് ഈസ് U(t). നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് സിഗ്നൽ U(-t) ആണ്. രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് we will get a double sided signal. Its ROC will be bounded by poles, so it will be between -3 and 2. ഇനി തേർഡ് ക്വസ്റ്റ്യൻ സൊല്യൂഷനിലേക്ക് പോകാം. ഫസ്റ്റ് സിഗ്നൽ എടുക്കുകയാണ്. ഫസ്റ്റ് സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്ക് e⁻²t u(t) ആണ്. അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം. e⁻at u(t) സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട് 1/s-a. ഇവിടെ എക്ക് പകരം 2 എന്നേ ഉള്ളൂ. സോ നമുക്ക് ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/s-2 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് ദാറ്റ് ഈസ് e⁻³ u(-t). നേരത്തെ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആകണമെങ്കിൽ നമുക്കറിയാം ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് -e⁻at u(-t). ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് വരുന്നത് 1/s+a ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? ഒരു മൈനസ് വേണം. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നെഗറ്റീവ് ഇട്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/s+3 എന്ന് എഴുതാൻ പറ്റും. ഇറ്റ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഫസ്റ്റ് സിഗ്നൽ എടുത്തു e⁻²t u(t). ഇപ്പോൾ ഇവിടെ പ്ലസ് ആ വരേണ്ടത്. പ്ലസ് ആക്കാൻ വേണ്ടി ഞാനൊരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് വരും. So it becomes plus e⁻³ u(-t) ലാപ്ലാസ് ട്രാൻസ്ഫോം. ഈ നമുക്ക് എസ് ഡൊമെയിൻ രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 1/s-2 മൈനസ് 1/s+3 എന്ന് വരും. ഈ ഒരു സിഗ്നലിൻ്റെ ആണ് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ s-2 × s+3, ന്യൂമറേറ്ററിൽ s+3, ഈ മൈനസ് ഉണ്ട്, -s-2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു s+3 -s+2 ഡിവൈഡഡ് ബൈ s-2 × s+3 എന്ന് വരും. s ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് കിട്ടുന്ന ആൻസർ വിൽ ബി ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ s-2 × s+3 ആയിരിക്കും നമ്മളുടെ x(s) വാല്യൂ. അപ്പോൾ ROC ഫൈൻഡ് ഔട്ട് ചെയ്യണം. നെക്സ്റ്റ് ROC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിനോമിനേറ്റർ ഇക്വേറ്റ് ടു 0 കൊടുക്കും. s-2 × s+3 = 0. സോ s = 2ഉം s = -3 ആണ് എന്ത് വരുന്നത്? 2 പോൾസ് വരുന്നത്. ROC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എസ് പ്ലെയിൻ ഡ്രോ ചെയ്തു. ദിസ് ഈസ് സിഗ്മ, ദിസ് ഈസ് j⍵. പോൾ വാല്യൂസ് മാർക്ക് ചെയ്യണം. പോൾ വാല്യൂസ് ഒന്ന് 2ലും സെക്കൻഡ് -3ലുമാണ് പോൾ വാല്യൂസ്. നെക്സ്റ്റ് പോളിൽ കൂടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യണം. പാരലൽ ടു j⍵ ആക്സിസ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതിന്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് e⁻²t u(t). ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻² ഫാക്ടർ വരുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ഈ പോൾ വാല്യൂ ആയിട്ട് വരുന്നത്. സോ e⁻²t u(t)ന്റെ പോൾ വാല്യൂ ആണ് ഈ 2 എന്ന് പറയുന്നത്. ഈ u(t) എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ആൻ റൈറ്റ് സൈഡ് സിഗ്നൽ. അപ്പോൾ അതിന്റെ കേസിൽ ROC എന്തായിരിക്കും? ഈ പോളിന്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. ഈ ഒരു പോർഷനായിരിക്കും സിൻസ് ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡ് സിഗ്നൽ ഇതിന്റെ ROC വരുന്നത്. നമ്മൾ ഈ സെക്കൻഡ് സിഗ്നൽ നോക്കുമ്പോഴത്തേക്ക് u(-t) വരുന്നുണ്ട്. അതെന്താണ്? ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണ്. ഓക്കെ, u(-t) എന്ന് വെച്ച് കഴിഞ്ഞാൽ u(-t) ഇറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണ്. അപ്പോൾ അതിന്റെ പോളാണ് ഈ -3 എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് എന്തായിരിക്കും എൻ്റെ ROC? ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. ആ പോളിന്റെ ബൗണ്ടഡ് ബൈ ദാറ്റ് പോൾ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിന്റെ കേസിൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിഗ്നലിന്റെ കേസിൽ ROC എന്ത് വരുന്നില്ല? ഓവർലാപ്പ് ഒന്നും വരുന്നില്ല.
ഇതിൻ്റെ കേസിൽ ROC എക്സിസ്റ്റ് ചെയ്യത്തില്ല. സോ ഈ പർട്ടിക്കുലറിന് എന്ത് കാണത്തില്ല, ഇറ്റ് വിൽ നോട്ട് ബി ഹാവിങ് എനി ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. ഇതിനകത്ത് കോമൺ ROC ഇല്ല, കോമൺ ROC doesn't exist, so it has no Laplace transform. ROCയുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന സിഗ്നൽ ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയിരുന്നെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും വരുന്നത് ROC. ഇതൊരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ROC വരുന്നത്. അപ്പം ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരെണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻²t u ഒരു റൈറ്റ് സൈഡിലാണ്. അപ്പം അതിൻ്റെ പോളാണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തോട്ടായിരിക്കും, അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും ROC വരുന്നത്. ഇത് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കേസിൽ u⁻t ആണ്. u⁻t എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ്. അപ്പം അതിൻ്റെ പോളാണ് ഈ -t എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് അതെന്തായിരിക്കും, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ROC വരുന്നത്. അപ്പോൾ ഇവിടെ അകത്ത് കോമൺ ROC വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ കേസിൽ നോ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് വരുന്നത്. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന സിഗ്നൽ രണ്ടും റൈറ്റ് സൈഡ് ആയിരുന്നെങ്കിൽ, ഓക്കെ, ഞാൻ ഒരു കണ്ടീഷൻ പറയുകയാണ്, റൈറ്റ് സൈഡ് ആണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഇതിൻ്റെ കേസിൽ ഒരെണ്ണം പോള് 2-ലും സെക്കൻഡ് -3-ലുമാണ്. അപ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയിരുന്നെങ്കിൽ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കും. ഈ പോളിൻ്റെയും j⍵ ആക്സിസിൻ്റെയും പാരലായിട്ട് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്താ നോക്കുന്നത്, നമുക്കറിയാം ROCയുടെ റൂൾ അനുസരിച്ച് ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് ഹാഫ് എന്ന് പറയും. അതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു റൈറ്റ് സൈഡ് സിഗ്നൽ ആണെന്ന് വെച്ചോ, അതായത് ഈ -3 വന്ന റൈറ്റ് സൈഡ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണെന്നറിയാം. ഓക്കെ, ഈ പോർഷൻ്റെ റൈറ്റ് സൈഡിലോട്ടാണെന്നറിയാം. ഇനി സെക്കൻഡ് ഒരു സിഗ്നലുണ്ട് നമ്മുടെ e⁻²t എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആയിരുന്നെങ്കിൽ എന്തുവരും, ROCയുടെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് അതിൻ്റെയും റൈറ്റ് ഹാഫ് പോർഷനിലോട്ടായിരിക്കും ROC വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും റൈറ്റ് ഹാഫ് പോർഷനിലോട്ടായിരിക്കും ROC വരുന്നത്. അപ്പം നമ്മളുടെ ആ റൂൾ അനുസരിച്ച് ഫോർ എ റൈറ്റ് സൈഡ് സിഗ്നൽ ROC വിൽ ബി റൈറ്റ് ഓഫ് റൈറ്റ് മോസ്റ്റ് പോൾ എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ഇത് രണ്ടിൻ്റെയും കൂടെ എന്തായിട്ട് വരുന്നത്, അതിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിട്ട് വരുന്നത്, ഓവർലാപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ റൂളിൽ എന്ത് പറയുന്നത്, ഫോർ എ റൈറ്റ് സൈഡ് സിഗ്നൽ ROC വിൽ ബി റൈറ്റ് ഓഫ് റൈറ്റ് മോസ്റ്റ് പോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പോൾ എടുത്ത രണ്ട് സിഗ്നലും റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഫസ്റ്റ് സിഗ്നലിൻ്റെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ROC റൈറ്റ് സൈഡിലോട്ടായിരിക്കും. സെക്കൻഡ് സിഗ്നലിൻ്റെയും ROC എന്താണ്, റൈറ്റ് സൈഡ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലോട്ടായിരിക്കും. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് ഓവർലാപ്പ് വരുന്ന ഇവിടെ ആയിരിക്കും ഈ 2-ന് റൈറ്റ് സൈഡിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് അതിന് ആ റൂൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ROC വരുന്നില്ല. കാരണം ഒരെണ്ണം ഈ ഒരു ഏരിയയിലോട്ട് പോവുക, റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ്, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണം, ഓവർലാപ്പ് വരുന്നില്ല. ഈ സെയിം കേസ് തന്നെയാണ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നലിൻ്റെ കേസിലും. എന്താണ് ആ പ്രോപ്പർട്ടി, ലെഫ്റ്റ് മോസ്റ്റ് പോൾ എന്ന് പറയാനുള്ള റീസണും സെയിം ആണ്. നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ കൺസിഡർ ചെയ്യുകയാണ്. സപ്പോസ് ഇതിൻ്റെ രണ്ടും ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഓക്കെ, നമ്മൾ ROC വരയ്ക്കുന്നു. ഇപ്പോൾ ഒരു പോള് 2-ലും സെക്കൻഡ് പോള് -3-ലുമാണ്. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അതിനുശേഷം ഇപ്പോൾ ഇത് രണ്ടും ലെഫ്റ്റ് സൈഡ് ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ സപ്പോസ് ഫസ്റ്റ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുക. ഇത് ലെഫ്റ്റ് സൈഡ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ROC എന്തായിരിക്കും, ഈ പ്ലെയിനിന് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പോർഷനിലോട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ സിഗ്നലിൻ്റെ ROC വരുന്നത്. ഇനി സെക്കൻഡ് സിഗ്നലും ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, അതിൻ്റെയും ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ROC വരുന്നത്. ഇതിൻ്റെയും ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ROC വരുന്നത്. അപ്പം ഇതിനകത്ത് കോമൺ ROC വരുന്നത് എവിടെയാണ്, ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് ഹാഫിലാണ്. അതുകൊണ്ടാണ് ഫോർ എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ROC വിൽ ബി ലെഫ്റ്റ് മോസ്റ്റ് പോളിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു 2 സൈഡഡ് സിഗ്നൽ വരുമ്പോഴത്തേക്ക് സപ്പോസ് ഇതിന് ഒരേ എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്. ഒരു പോള് -3-ലും സെക്കൻഡ് പോള് 2-ലും വരുന്നത്. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. സപ്പോസ് ഈ -3-യുടെ ടേം വരുന്നത്, ഓക്കെ, അത് ഒരു റൈറ്റ് സൈഡ് സിഗ്നൽ ആയിരുന്നെങ്കിൽ അതിൻ്റെ ROC എന്ന് വെച്ചാൽ എന്തായിരിക്കും വരുന്നത്, ഇതിൻ്റെ റൈറ്റ് മോസ്റ്റ് പോർഷനിലോട്ടായിരിക്കും അതിൻ്റെ ROC വരുന്നത്. ഓക്കെ, അതുപോലെ
ഇപ്പോൾ ടു സൈഡ് സിഗ്നൽ കേസാണ് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് കമ്പോണന്റ് ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയിരുന്നെങ്കിൽ അതിൻ്റെ ROC ഏത് പോർഷനിൽ വന്നേനും? അതിൻ്റെ ലെഫ്റ്റ് പോർഷനിൽ വന്നേനും. അപ്പോൾ അവിടെയും കോമൺ റീജിയൻ വരുന്നത് എന്തായിരിക്കും? ബിറ്റ്വീൻ റീജിയൻ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഫോർ എ ടു സൈഡഡ് സിഗ്നൽ ഇറ്റ്സ് ROC വിൽ ബി ബൗണ്ടഡ് ബൈ ടു പോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് കേസിലും ഓവർലാപ്പ് ചെയ്ത് വരുന്ന റീജിയനാണ് നമ്മളുടെ റീജിയൻ ഓഫ് കൺവേർജൻസ് പറയുന്നത്. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് അങ്ങനത്തെ ഉള്ള ഓവർലാപ്പിംഗ് ഏരിയ ഇല്ല. സോ നോ കോമൺ ROC ആൻഡ് ഹെൻസ് നോ ലാപ്ലാസ് ട്രാൻസ്ഫോം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 സ്കീം സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദ ലാപ്ലാസ് ട്രാൻസ്ഫോംസ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, 8 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. x of t equals 2 e raised to minus t u of t plus 0.5 e raised to minus 3t u of t. അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിലേക്ക് പോവാം. ഫസ്റ്റ് e raised to minus t u of t നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാം. 1 divided by s plus 1 ആണ്, സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇനി അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും എന്ത് വരും? 2 മൾട്ടിപ്ലൈ ചെയ്ത് വരും. ഫസ്റ്റ് ടേമിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമായി. ഇനി സെക്കൻഡ് ടേമിൻ്റെത് e raised to minus 3t u of t ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് വെച്ചിട്ട് 1 divided by s plus 3 എന്ന് വരും. നമുക്കിവിടെ വേണ്ട 0.5 e raised to minus 3t u of t. ഇവിടെയും 0.5 മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇത് രണ്ടിൻ്റെയും കൂടെ അഡീഷനാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കറസ്പോണ്ടിങ് ലാപ്ലാസ് ട്രാൻസ്ഫോമും ആഡ് ചെയ്യുക. സോ 2 divided by s plus 1 plus 0.5 divided by s plus 3 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് you will get it as 2.5 s plus 6.5 divided by s plus 1 into s plus 3 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ROC എഴുതണം. എപ്പോഴും ലാപ്ലാസ് ട്രാൻസ്ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ROC ഡ്രോ ചെയ്യണം. എക്സ്പ്ലെയിൻ വരയ്ക്കുക. ഇതിൻ്റെ പോൾ വാല്യൂസ് കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ ഇക്വൽ ടു 0 എടുക്കുക. സോ s is equal to -1, s is equal to -3 ആണ് പോൾ വാല്യൂസ്. പോൾ വാല്യൂസ് മാർക്ക് ചെയ്യും. ഒന്ന് -1ലും സെക്കൻഡ് -3ലും മാർക്ക് ചെയ്തു. ദിസ് ഈസ് സിഗ്മ, ദിസ് ഈസ് ജെ ഒമേഗ. ഇനി പോളിൽ കൂടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യണം. പോളിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്തു പാരലൽ ടു ജെ ഒമേഗ ആക്സിസ്. അതിനുശേഷം തന്നിരിക്കുന്ന സിഗ്നൽ നോക്കുക. ഫസ്റ്റ് സിഗ്നൽ u of t ആണ്, റൈറ്റ് സൈഡഡ് ആണ്. സെക്കൻഡ് സിഗ്നലും u of t ആണ്, റൈറ്റ് സൈഡഡ് ആണ്. സോ ROC വിൽ ബി റൈറ്റ് ഓഫ് റൈറ്റ് മോസ്റ്റ് പോൾ ആയിരിക്കും. ഇവിടെ റൈറ്റ് മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് -1 ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിരിക്കും ROC വരുന്നത്. ഓക്കെ, അത് നമ്മൾ റിയൽ ഓഫ് എസ് വെച്ച് പറയുകയാണെങ്കിൽ റിയൽ ഓഫ് എസ് വിൽ ബി ഗ്രേറ്റർ ദാൻ -1. ദിസ് ഈസ് -1. ആ റീജിയനിന് ഗ്രേറ്റർ ദാൻ വാല്യൂ ആയിരിക്കും ROC എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. 4 മാർക്കാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2 e raised to minus 3t cos 4t u of t അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമും. അപ്പോൾ ആദ്യമേ നമ്മൾ cos 4tൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എഴുതുക. ഓക്കെ, cos ഒമേഗ ടിൻ്റെ നമുക്കറിയാം s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ് അല്ലേ. cos ഒമേഗ ടി ലാപ്ലാസ് ട്രാൻസ്ഫോം s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഒമേഗ വരും 4 വന്നേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് as s ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് 16 എഴുതാം. ഇനി നെക്സ്റ്റ് അതിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? e raised to minus 3t cos 4tൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തൊരു e raised to ടേം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നേരം ഓർത്തോണം, അത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനകത്ത് എസിനെ നമ്മൾ s plus 3 കൊണ്ട് റീപ്ലേസ് ചെയ്യണം. സോ ഇവിടെയും s plus 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 16 ആവും. ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും 2 മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നമ്മളെ ആൻസർ ഈ ഒരു ടേമിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 2 into s plus 3 divided by s plus 3 the whole square plus 16 ആണ്. ഇനി അതിൻ്റെ ROC ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിനോമിനേറ്റർ s സ്ക്വയർ പ്ലസ് 6x പ്ലസ് 25 എന്ന് കിട്ടും ഡിനോമിനേറ്റർ. കാരണം ROC ഡ്രോ ചെയ്യാൻ വേണ്ടി പോൾ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൻ്റെ റൂട്ട്സ് നമുക്ക് വരുന്നത് s is equal to -3 പ്ലസ് ഓർ മൈനസ് 4i എന്നാണ് വരുന്നത്. ROC സിഗ്മ പ്ലസ് ജെ ഒമേഗ എസ് സിഗ്മ ജെ ഒമേഗ നമ്മൾ എക്സ്പ്ലെയിൻ ഡ്രോ ചെയ്തു. ഇനി ഇതിനകത്ത് ഈ പോൾ വാല്യൂസ് മാർക്ക് ചെയ്യണം. ഇതിനകത്ത് ഇപ്പം -1 -2 -3 1 2
3, 4, -1, -2, -3, -4. അപ്പോൾ ഇതെന്ന് വെച്ചാൽ -3 + 4i-യും -3 - 4i ആണ്. അപ്പം -3 എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്, +4i എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോയിന്റ് വരും. അതുപോലെ -3 - 4i എന്ന് പറയുമ്പോൾ ഈ രണ്ടായിരിക്കും പോൾ വാല്യൂസ് വരുന്നത്. പോളിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യും. ഇനി ഈ സിഗ്നൽ നോക്കുക, ഇവിടെ സിഗ്നൽ u(t) ആണ്. u(t) എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്. സോ ROC വിൽ ബി റൈറ്റ് ഓഫ് ദിസ് പ്ലെയിൻ ആയിരിക്കും. ഇതിന്റെ ROC വരുന്നത് ഈ ഒരു പോർഷൻ ആയിരിക്കും ROC വരുന്നത്. നമ്മൾ എക്സ്പ്രഷൻ വെച്ച് എഴുതുകയാണെങ്കിൽ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -3 ആയിരിക്കും അതിന്റെ ROC വരുന്നത്. അതിന്റെ എക്സ്പ്രഷൻ വരുന്നത് 2 × s + 3 / s + 3 the whole square + 16 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ ROCയും ഡ്രോ ചെയ്യുക. എന്താണ് അതിന്റെ സൊല്യൂഷൻ വരുന്നത്? അപ്പോൾ അത് 8 മാർക്സിന് ചോദിച്ച 2 ക്വസ്റ്റ്യൻസ് ആണ്. ഈസി ആണ്. എപ്പോഴും സിഗ്നൽസിന്റെ കേസിൽ ROCയും കൂടെ മെൻഷൻ ചെയ്യണം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. BTech MEDC.